Okay, guys, we got Ujjwal with us. He is one of my students. The class ഇരുന്നിട്ടുള്ളൂ. So, ചെറിയൊരു intro തന്നെ. എൻ്റെ പേര് ഉജ്വൽ. ഞാൻ കണ്ണൂരാണ് വീട്. ഞാനൊരു പ്രൊഫഷണൽ ട്യൂട്ടറായിരുന്നു. ഇപ്പോൾ കാനഡക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. സോ IELTS ക്രാക്ക് ചെയ്യും. സോ അതിൻ്റെ ലാസ്റ്റ് ആണ് ഇപ്പോൾ പ്രിപ്പറേഷൻ. Okay, great. So, IELTSന്റെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട് ആൻഡ് ഐ തിങ്ക് യു സെർച്ച് ഫോർ എ ഫീൽഡ് റൈറ്റ്. അപ്പൊ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സസ് കണ്ടുപിടിച്ച് അവസാനം ഹൗ ഡിഡ് യു ഡിസൈഡ് ടു ജോയിൻ മൈ ക്ലാസ്സസ്? സോ ഐ സോ യുവർ വീഡിയോ ഇൻ എ സ്റ്റാറ്റസ്. ആതിര എന്ന് പറയുന്നൊരു മാമിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അങ്ങനെ നോട്ടീസ് ചെയ്ത് ഓൾറെഡി ഒരു 2 തവണ എഴുതി IELTS. കിട്ടിയില്ല. എന്നിട്ടാണ് ഇതിലേക്ക് വന്നേ. ഇപ്പം എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ഉണ്ട്. സോ ആൻഡ് കുറച്ചും കൂടി എന്താ പറയുക, വെരി കുറച്ച് ഫോക്കസ്ഡും ആയി, പക്ഷേ ചിൽഡും ആയി. ഇത്ര നാൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ത് ചെയ്യുന്നത്, എന്താ. ഞാനിപ്പം കുറച്ച് ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇത് തന്നെ ആലോചിച്ച് ഇരിക്കാറില്ല. ബിക്കോസ് ഇത് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇത് നമ്മളെ കയ്യിലല്ല. സോ ഞാൻ ആ ഒരു ഇതിൽ സെൻസിലെടുത്തിട്ടാണ് ഇപ്പോൾ ഇനി എഴുതാൻ ഇരിക്കുന്നത്. ഓക്കെ. സോ, ക്ലാസ് തുടങ്ങിയ തൊട്ട് എങ്ങനെയുണ്ട്? So I am so very happy because it's very comfortable ആയിരുന്നു. So I have some kind of issues in my അത് ഇന്ത്യയിൽ റിലേറ്റഡ് ആയിട്ടും പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ അതെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി ഈ ക്ലാസ്സിൽ. ഓൾസോ പിന്നെ എൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. അത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുറച്ചും കൂടി മാറിക്കിട്ടി. യഥാർത്ഥത്തിൽ ഞാനൊരു റീഡിംഗ് എല്ലാം ചെയ്യുന്നതിന് ഞാനിവിടെ തലകുത്തി നിൽക്കുന്ന എഫേർട്ടിൽ ഇട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ അത് മനസ്സിലായി. അതൊക്കെയാണ് ഞാൻ കുറേ ഇവിടുന്ന് പഠിച്ചത്. ആൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് പിന്നെ ഇപ്പൊ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് റൈറ്റ്. സോ ഇതുവരെ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എസ്പെഷ്യലി ഇപ്പോൾ ഫീ പേയ്മെന്റ് തൊട്ട് അല്ലാച്ച ഫസ്റ്റ് കോണ്ടാക്ട് തൊട്ട് നോർമലി ചില സ്ഥലത്തൊക്കെ ഡിലേ ഉണ്ടാവാറുണ്ട് കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ വല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? അങ്ങനെ വലിയ ഡിലേയോ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ട് എനിക്ക് എന്ത് ചോദിക്കുകയും ചെയ്യാം. ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എനിക്ക് എന്തായാലും എനിക്ക് പറയാനും അത് എന്നാ ഞാൻ ചെയ്തത് എന്താ തെറ്റ്, ഇപ്പോൾ സ്പീക്കിംഗ് എല്ലാം ചെയ്യുമ്പോൾ ആയാലും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട്. സോ അതെല്ലാം അപ്പാടപ്പാട് നോട്ടീസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അതേപോലെ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ അപ്പാട് കറക്റ്റ് ചെയ്ത് തരും. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കുറേ അത് പിന്നെയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ നോട്ടീസ് ചെയ്ത് തന്നെ രണ്ടാമതും മൂന്നാമതും പറഞ്ഞു തരും. സോ ഞാൻ അതൊക്കെ ഇപ്പം കുറേ ഡെവലപ്പായി അത് മാറ്റി വരുന്നുണ്ട്. വാട്ട് അബൌട്ട് ടൈമിംഗ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നോ അതോ ഫിക്സ് ടൈം പറഞ്ഞു? ഇറ്റ്സ് വെരി ഗുഡ്, കംഫർട്ടബിൾ ആയിരുന്നു. ഏത് ടൈമായാലും ഇപ്പോൾ ആർക്കും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഇപ്പോൾ സാറിനായാലും ഞാൻ ഏത് ടൈമായാലും ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് സാറിനായിട്ടും പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ സുഖമായിരുന്നു. So anyhow we got batch classes also right. So batch class ജോയിൻ ചെയ്യുന്നതിന് പകരം ഇൻഡിവിജ്വൽ എടുക്കാൻ കാരണം എന്താ? സോ ഓൾറെഡി ഐ ഡിഡ് സെവറൽ ക്ലാസ്സസ് ആൻഡ് അതിൻ്റെ എല്ലാം അടിച്ച് ഒരു നെഗിലായിരുന്നു ഞാനുള്ളത്, നെഗറ്റീവ് അടിച്ചിട്ടായിരുന്നു ഉള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. നമുക്ക് ഒരു ഫ്രീ ആയിരുന്നു. എനക്ക് എൻ്റേതായ ഇതിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ബാച്ച് ക്ലാസ് പോയാൽ നമ്മളെ ഡിഫിക്കൽട്ടീസ് ആയാലും നമ്മളെ ഇൻസെക്യൂരിറ്റി അതെല്ലാം ഫീൽ ചെയ്യും. സോ അതൊക്കെ ഇതിലില്ല. പൊതുവെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു ഇവിടെ. ഓക്കെ ഓക്കെ. ആൻഡ് ഐ റിമെമ്പർ കോണ്ടാക്ട് ചെയ്ത ടൈമിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ എന്ത് ചെയ്യണം എന്നൊരു പിടി കിട്ടാണ്ട് കിടക്കുക. അതെന്താ ഉണ്ടായേ? അതിപ്പം പോയി. നമ്മളെന്തായാലും ഇപ്പം സ്ട്രെസ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഞാൻ ഇത് എഴുതിയെടുത്തിട്ടേ വിടുന്നുള്ളൊരു ഇതായിരുന്നു എനിക്കിപ്പോൾ ഉള്ളത്. ഞാനിനി എന്തായാലും എഴുതിയെടുത്തിട്ടേ ഇത് വിടൂ. ആ ഒരു ഇതിലുള്ള എത്രയായാലും ഞാൻ ആ ഒരു കോൺഫിഡൻസിലേക്കാണ്. എന്തായാലും കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഞാൻ എൻ്റെ ട്രൈ ഹാർഡ് ചെയ്യും കിട്ടുന്നവരെ എന്തായാലും. എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്തല്ലോ. എന്തായാലും അത് കിട്ടിയിട്ടേ ഞാൻ വിടും. Okay, great. I like your mindset. So, other than all these questions, do you want to say something else about the classes or anything else? വേറെ വല്ലതും പറയാനുണ്ടോ? അങ്ങനെ വലിയതായിട്ടൊന്നും പറയാനില്ല. ബിക്കോസ് ഒരു പേഴ്സൺ ഫുള്ളി ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഇപ്പോൾ IELTSൻ്റെ സിറ്റുവേഷൻ എടുത്താൽ നമുക്ക് കുറേ ചിന്തകളും അത് ഇതെല്ലാം മനസ്സിൽ പോകും. സോ സംടൈം നമ്മൾ ഡ്രോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ആ ടൈമിൽ എനിക്കിപ്പം കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടാൻ കാരണം ഈ ഒരു ക്ലാസ്സാണ്. സോ ഞാൻ ആദ്യമെല്ലാം ടൈം സാറിനായാലും അറിയാമായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത്. സോ
ഇപ്പം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ്. ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ ചേഞ്ചസ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സോ ഞാൻ എന്തായാലും എഴുതിയെടുക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓക്കെ ആയി എൻ്റെ രീതിയിൽ. So let's say someone is approaching you. Okay. Maybe വഴി കൂടെ നടന്നു പോകുമ്പോൾ ചോദിക്കുകയാണ് IELTS ചെയ്യാൻ ബെസ്റ്റ് പ്ലേസ് ഏതാ? അല്ല IELTS ചെയ്യാൻ അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ചോദിച്ചാൽ സോ വിൽ യു സജസ്റ്റ് മൈ ക്ലാസ്സസ്? യെസ്. ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. ഐ ഓൾറെഡി ഗെറ്റ് ലോട്ട് ഓഫ് കോൺഫിഡൻസ്. IELTSന്റെ കേസിലായാലും ഇപ്പോൾ ഒരു നമ്മൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനായാലും സാറിനായാലും പൊതുവേ നമുക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. സോ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരാളോട് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ IELTSന് എന്തായാലും സെലസ്റ്റിയൽ ഞാൻ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ഇതാണ് കിട്ടിയത്, ഫീഡ്ബാക്കാണ് കിട്ടിയത്. സോ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യും. Okay, great. Yeah. So this is Ujjwal. Sorry. So thank you so much, Ujjwal, for this feedback. Okay.